ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് IPPB അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് 54 ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ഓൺ കോൺട്രാക്ട് ബേസ്. 54 ഇൻഫർമേഷൻ എക്സിക്യൂട്ടീവുകളാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് 4 മുതൽ മെയ് 24 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റുകൾ നോക്കാം. എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് കൗൺസിലേറ്റ്. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 വയസ്സ് മുതൽ 30 വയസ്സാണ്. പിന്നെ അതുപോലെ 1 വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലവിൽ 28 വേക്കൻസിയാണ്. അപ്പോൾ റിസർവേഷൻ തിരിച്ചുള്ള വേക്കൻസി നോക്കാം. ജനറലുകാർക്ക് 13, EWS 2, OBC 7, SC 4, ST 2 അങ്ങനെയാണ്. അടുത്ത എക്സിക്യൂട്ടീവ് കൺസൾട്ടൻറ്റ് ഏജ് ലിമിറ്റ് പറയുന്നത് 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അപ്പോൾ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നിലവിൽ 21 വേക്കൻസി ഉണ്ട്. ജനറലുകാർക്ക് 10 വേക്കൻസി, EWS 2, OBC 5, SC 3, ST 1. അടുത്ത എക്സിക്യൂട്ടീവ് സീനിയർ കൺസൾട്ടൻറ്റ് ഏജ് ലിമിറ്റ് പറയുന്നത് 22 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. എക്സ്പീരിയൻസ് പറയുന്നത് 6 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 5 വേക്കൻസിയാണുള്ളത്. അൺറിസർവുകാർക്ക് ജനറലുകാർക്ക് 4, അതുപോലെ OBCക്ക് 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ മൊത്തം 54 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തോട്ടുള്ളത്. അത് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക. ഓരോ വേക്കൻസി എവിടോട്ടാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BTech ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് പറഞ്ഞിരിക്കുന്നത് BTech കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, അതിന് മാസ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA 3 ഇയർ, പിന്നെ BCA ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൺസൾട്ടൻറ്റിന് പറഞ്ഞിരിക്കുന്നത് BTech ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സ്പീരിയൻസും പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് സീനിയർ കൺസൾട്ടൻറ്റിനും BTech പറയുന്നതിന് മറ്റു യോഗ്യതകളും കൂടെ പറയുന്നുണ്ട്. പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാലറി പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് കൺസൾട്ടൻറ്റിന് 10 ലക്ഷം രൂപയാണ് ആനുവൽ സാലറി പറഞ്ഞിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന് 15 ലക്ഷം, അതിന് എക്സിക്യൂട്ടീവ് സീനിയറിന് 25 ലക്ഷമാണ് ആനുവൽ സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫീസുണ്ട്. SC STക്ക് 150, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് 750 രൂപയാണ് ഫീസ്. അപ്പോൾ ഇവയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, അതായത് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 24. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എത്തിച്ചെടുക്കാൻ കൊടുക്കുക, അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ വെബ്സൈറ്റിൽ നൽകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ.